ഹായ് ഫ്രണ്ട്സ്, 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ? പറ്റും. അപ്പോൾ ഈ ചാലഞ്ച് ഏറ്റെടുത്തിട്ടുള്ള എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ 1-2 ദിവസങ്ങളിലെ വീഡിയോസ് റിപ്പീറ്റ് ചെയ്ത് കണ്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. മറക്കാതിരിക്കാനായിട്ടാണ് ഞാനീ പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ, ബുക്കും പെന്നും എടുക്കാത്തവരാണെങ്കിൽ ആദ്യമേ ഒരു ബുക്കും പെന്നും കയ്യിൽ കരുതുക. എന്നിട്ട് നമുക്ക് സെക്ഷനിലോട്ട് പോകാം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. എങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഡെയിലി ലൈഫിൽ നമ്മൾ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരാറുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിൽ ഞാൻ ആദ്യം നിങ്ങൾക്കൊരു സെൻറ്റൻസ് തരും, എൻ്റെ ഒന്ന് പോസ് ചെയ്യും. ആ പോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ആ മലയാളം എടുത്ത് നിങ്ങൾക്കതൊന്ന് ഇംഗ്ലീഷിലോട്ട് നിങ്ങളുടേതായ രീതിയിൽ മാറ്റി എഴുതാം. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇംഗ്ലീഷിലൊന്ന് എഴുതി നോക്കൂ. അതിനുശേഷം വീഡിയോ ഓൺ ചെയ്യുമ്പോൾ ഞാനതിൻ്റെ മലയാളത്തിൻ്റെ വേർഷൻ, ഇംഗ്ലീഷ് വേർഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിലുള്ള മിസ്റ്റേക്സ് മനസ്സിലാക്കാം, കറക്ഷൻ ചെയ്യാം. ആൻഡ് യു ക്യാൻ റിപ്പീറ്റ് ഇറ്റ്, യു ക്യാൻ ലേൺ ഇറ്റ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേര് എന്താണ്? ഇംഗ്ലീഷിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ? നിങ്ങളുടെ പേര് എന്താണ്? നിങ്ങളുടെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? നിങ്ങളുടെ, യുവർ. പേര്, നെയിം. എന്താണ്, വാട്ട്. അപ്പോൾ ഈ 3 വാക്കുകളെയും ഒന്ന് ഓർഡറിലാക്കി നോക്കാം. നിങ്ങളുടെ പേര് എന്താണ്? ഇതിലാദ്യം ആ ക്വസ്റ്റ്യൻ ഫോമാണ് ഫ്രണ്ടിലോട്ട് വരേണ്ടത്. അവിടെ വാട്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഫോം. അപ്പോൾ വാട്ട് എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് വയ്ക്കാം. ആദ്യം എഴുതുക വാട്ട്. ഈസ് എന്ന് പറയുന്നത് ഇവിടെ ഹെൽപ്പിംഗ് വേർബാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം ഹെൽപ്പിംഗ് വെർബ് എഴുതണം. ഓക്കെ, വാട്ട് ഈസ്, അതിന് ശേഷമാണ് യുവർ നെയിം. യുവർ നെയിം എന്നുള്ളതൊരു സബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന രീതി എന്ന് മനസ്സിലായോ? ആദ്യം തന്നെ ക്വസ്റ്റ്യൻ വേർഡ് എഴുതുക, വാട്ട് എന്നുള്ളത്, അല്ലെങ്കിൽ വാട്ട്, വിച്ച്, വെയർ, ഹൗ, വെൻ, ഓൾ ദീസ് തിങ്സ് ആർ ക്വസ്റ്റ്യൻ വേർഡ്സ്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് എഴുതുക, അതിന് ശേഷമാണ് ഹെൽപ്പിംഗ് വേർബ് എഴുതേണ്ടത്. ഈസ്, ആർ, ഇതൊക്കെ എന്താ പറയുക, ഹെൽപ്പിംഗ് വേർബ്സ് ആണ്. അത് എഴുതുക. അതിന് ശേഷം സബ്ജക്റ്റ് എഴുതുക, അതിന് ശേഷം ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾ എങ്ങനെ എഴുതാം? യു. എവിടെ, വേർ. വരുന്നത്, വേർ. ഓക്കെ, ഇനി നമുക്കത് ക്വസ്റ്റ്യൻ ഫോമിലോട്ടാക്കാം. ഇതിൽ ആദ്യം തന്നെ എന്ത് എഴുതണം? നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് വരുന്നത് വേർ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം വേർ. പിന്നെ എന്ത് ഹെൽപ്പിംഗ് വേർഡാണ് നമുക്കിവിടെ വെക്കാൻ പറ്റുക? എപ്പോഴും വേർ ഈസ് യു ഫ്രം എന്ന് വരില്ല. ഓൾവേസ് ഇറ്റ് കംസ് വേർ ആർ യു. ഓക്കെ, അതായിരിക്കും വരിക. അപ്പോൾ വേർ ആർ വയ്ക്കുക. ആറാണ് ഇവിടുത്തെ ഹെൽപ്പിംഗ് വേർഡ്. യു എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. പിന്നെ ഫ്രം, എവിടെ നിന്നും എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നില്ലേ? ആ എവിടെ നിന്നും, നിന്നും എന്ന് പറയുന്ന ഒരു വാക്ക് വേറിൻ്റെ കൂടെയല്ല വരിക, ലാസ്റ്റാണ് വെക്കേണ്ടത്, ഫ്രം. ഓക്കെ, വേർ ആർ യു ഫ്രം. ചിലർ വേർ യു ആർ ഫ്രം എന്ന് എഴുതുന്നത് കാണാം, പക്ഷെ അത് റോങ് ആണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. വേർ ആർ യു ഫ്രം, ഇതാണ് കറക്റ്റ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ വേർഡ് വേർ, അതിനുശേഷം ഇവിടുത്തെ
ഹെൽപ്പിംഗ് വേർഡായിട്ട് നമുക്ക് വെക്കാനുള്ളത് ഡു ആണ്. വേർ ഡു യു ലിവ്? ലിവ് ആണ് താമസിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചോദിക്കാം? വേർ ഡു യു ലിവ്? നിങ്ങൾക്ക് സുഖമാണോ അല്ലെങ്കിൽ സുഖമാണോ എന്ന് നമ്മൾ ചോദിക്കില്ലേ, അതിന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഹൗ ആർ യു? 5th ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പ്രായം എത്രയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കില്ലേ, അതെങ്ങനെ ചോദിക്കാം? ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഹൗ ഓൾഡ് ആർ യു എന്നാണ് നമുക്ക് നിങ്ങൾക്ക് എത്ര വയസ്സായി അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രായമായി എന്ന് ചോദിക്കുമ്പോൾ വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? നീ, നിങ്ങൾ, യു. എത്രയുടെ ഇംഗ്ലീഷ് ശരിക്കും വരുന്നത് ഹൗ മെനി ആണ്, ഹൗ അല്ല. ഹൗ എന്ന് ചോദിച്ചാൽ എങ്ങനെ എന്നാണ് ശരിക്കും മലയാളത്തിൽ അർത്ഥം. പക്ഷേ വയസ്സിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഹൗ മെനി എന്ന് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഹൗ മെനി അല്ല, അവിടെ ഹൗ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആയില്ലേ? ശരിക്കും ഹൗവിൻ്റെ അർത്ഥം എങ്ങനെ എന്നാണ്. പക്ഷെ വയസ്സ് ചോദിക്കുമ്പോൾ നമുക്ക് എത്ര എന്ന് നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്നത് ഇംഗ്ലീഷിൽ ഹൗ എന്നാണ് ചോദിക്കുക. ക്ലിയർ? ഹൗ ഓൾഡ് ആർ യു? ഓൾഡ് എന്ന് പറഞ്ഞാൽ പ്രായം അല്ലെങ്കിൽ എത്ര വയസ്സ്. ഓക്കെ. 6th ക്വസ്റ്റ്യൻ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ, യു. എന്താണ്? വാട്ട്. ചെയ്യുന്നത്? ഡു. നമുക്ക് എങ്ങനെ എഴുതാം? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഡു യു ഡു? വാട്ട് ഡു യു ഡു? 7th ക്വസ്റ്റ്യൻ, നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത്? നിങ്ങൾ, യു. എവിടെയാണ്? വേർ. പഠിക്കുന്നത്? സ്റ്റഡി. വേർ ഡു യു സ്റ്റഡി? വേർ ഡു യു സ്റ്റഡി? 8th ക്വസ്റ്റ്യൻ, നിങ്ങൾ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? നിങ്ങൾ, യു. എപ്പോൾ? വെൻ. ഇന്നലെ നമ്മൾ പഠിച്ചു എഴുന്നേൽക്കുന്നത്, വേക്കപ്പ്. ഓക്കെ. അപ്പോൾ നമുക്കത് എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കാം? വെൻ ഡു യു വേക്കപ്പ്? 9th ക്വസ്റ്റ്യൻ, നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്? നിങ്ങൾ, യു. എപ്പോൾ? വെൻ. ഉറങ്ങാൻ, സ്ലീപ്പ്. പോകുന്നത്, ഗോ. ഇതിങ്ങനെ വാക്കുകൾ മാത്രം പറയാനായിട്ട് സിമ്പിളാണ്. പക്ഷെ ഇതൊക്കെ ഒന്ന് ഫോം ചെയ്യുമ്പോൾ നമുക്ക് തപ്പലാണ് അല്ലേ? വെൻ കഴിയുമ്പോൾ ഡു ആണ് ഇവിടെ ഉപയോഗിക്കേണ്ട. എന്താ പറയുക, ഒരു ഹെൽപ്പിംഗ് വെർബ്. വെൻ ഡു യു ഗോ ടു സ്ലീപ്പ്? ഞാൻ ഇന്നലെയും പറഞ്ഞു, സ്ലീപ്പിന് മുന്നേ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിക്ക് മുന്നേ നമ്മൾ ഗോ ടു സ്ലീപ്പ്, ഉറങ്ങാൻ എന്ന് പറയുന്നില്ലേ? ആ ഉറങ്ങാൻ എന്ന് പറയുന്നതാണ് അവിടെയാണ് ടു നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഓക്കെ. വെൻ ഡു യു ഗോ ടു സ്ലീപ്പ്? ഇതിനു വേണ്ടിയൊക്കെയാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ 1-2 ദിവസങ്ങളിലെ കുറച്ച് വേർഡ്സും കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ ഇവിടെ യൂസ് ആകും. ഓക്കെ. 10th ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? നിങ്ങളുടെ, യു അല്ലെങ്കിൽ യുവർ. ഓക്കെ. യുവർ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട, ഫേവറേറ്റ്. ഭക്ഷണം, ഫുഡ്. എന്താണ്? വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്?
ഇതുപോലെ തന്നെ സെയിം ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിറം എന്താണ്? സിമ്പിൾ അല്ലേ? ഒന്ന് എഴുതി നോക്കിയേ എങ്ങനെ ഇത് ഇംഗ്ലീഷിലോട്ടാക്കാം. What is your favorite color? 12th question. നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് ആരാണ്? ആരാണ് എന്നെങ്ങനെ എഴുതാം? ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? 13th question. നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? ഇന്നലത്തെ വർക്ക് കണ്ട് അത് പ്രാക്ടീസ് ചെയ്തവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? എത്ര എന്നുള്ളത് ഹൗ മെനി, ജനം വീട്ടിലത്തെ എത്ര പേരുണ്ട് അല്ലെങ്കിൽ എത്ര ജനമുണ്ട്, എത്ര ആൾക്കാരുണ്ട്. അതെ, ആ ഒരു വാക്ക് എന്തായിരുന്നു? മെമ്പേഴ്സ് എന്നല്ല നമ്മൾ പഠിച്ചായിരുന്നു. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ യുവർ ഫാമിലി? കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. 14th question. ഇന്നലെ നീ എന്ത് ചെയ്തു? അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആണിത്. നിങ്ങൾക്കൊന്ന് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കിയേ. ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റി ശരിയായി എന്നുള്ള ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. വാട്ട് ഡിഡ് യു? ഇപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ വാട്ട് ഡു യു എന്നല്ലേ ഉണ്ടായിരുന്നത്. ഡു എന്നുള്ളത് പ്രസൻ്റ് ആണ്, ഡിഡ് എന്നുള്ളത് പാസ്റ്റ് ആണ്. നമുക്ക് ഇന്ന് നാളത്തെ ക്ലാസ്സിൽ ഈ പാസ്റ്റ് പ്രസൻറ്റ് ഇതൊക്കെ നമുക്കൊന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? കണ്ടോ ചോദ്യത്തിൽ വരുന്ന വ്യത്യാസം. വാട്ട് ഡിഡ് യു ഡു എന്ന് പറയുന്നത് ചെയ്യുക. നിങ്ങൾ, യു, എന്താണ് ഇന്നലെ ചെയ്തത് അല്ലേ? എന്ത്, വാട്ട്. ഡിഡ് എന്താ ഇവിടെ വരാൻ കാരണം? പാസ്റ്റാണ്, ഇന്നലത്തെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡു വരില്ല, ഡിഡാണ് വന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്നുള്ളവരൊന്ന് ഇത് ഇത്ര ആൻസർ തെറ്റാണെങ്കിലും നിങ്ങൾക്ക് എഴുതിയത് ശരിയാണ്, എഴുതിയത് തെറ്റാണെങ്കിലും നിങ്ങൾക്ക് സംഭവം പറഞ്ഞത് മനസ്സിലായി എന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫൈനലി 15th question. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കഴിയുമോ? ഓക്കെ, കഴിയും എന്ന് പറയുന്നതിന് ക്യാൻ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, കഴിയുമോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ക്യാൻ നമ്മൾ എടുത്തിട്ട് ക്വസ്റ്റ്യൻ വാക്കാക്കി വെക്കാൻ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും ബിഗിനിങ് സെൻറ്റൻസ്, സെൻറ്റൻസിലെ ഫസ്റ്റ് വാക്കായിട്ട് ഇവിടെ ക്യാൻ എന്നാണ് വെക്കുന്നത്. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി മനസ്സിലാവാത്തവർക്ക് പറഞ്ഞു തരാം. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എന്ന് പറയാം. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ക്യാൻ എന്ന വാക്ക് ഒരു ക്വസ്റ്റ്യൻ വേർഡ് അല്ല, പക്ഷെ നമ്മളിവിടെ ക്വസ്റ്റ്യൻ വേർഡ് ആക്കുകയാണ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വാക്ക് ആക്കുന്നത്? ക്യാനിനെ ആ ഒരു സെൻറ്റൻസിൽ ഫ്രണ്ടിൽ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഫസ്റ്റ് കൊണ്ടുവരുമ്പോൾ അത് ക്വസ്റ്റ്യൻ വേർഡായിട്ട് മാറുകയാണ്. ഓക്കെ, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കാൻ ക്യാൻ എടുത്ത് ഫ്രണ്ടിൽ വെക്കുക. നെക്സ്റ്റ്, നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. യു സ്പീക്ക് ഇംഗ്ലീഷ്. ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്? ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം. കാരണം ഇപ്പോൾ ഇത്രയും ഒരു 15 സെൻറ്റൻസ് നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ആയിട്ട് നോക്കി അല്ലേ. മലയാളത്തിൽ നമ്മൾ ആദ്യം എഴുതിയത് ഒന്ന് പോസ് ചെയ്ത് വെച്ച് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ചില തെറ്റുകളുണ്ടായിരുന്നു, തിരുത്തി. ഇതൊക്കെ ശരിയാണ്. നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ? ഫുള്ളായിട്ട് പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? ഇന്നലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. എങ്ങനെ റിപ്പീറ്റ് ചെയ്യണം? വെറുതെ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഓക്കെ, അത് ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾ കാണിക്കുന്നതാണ്, മടി കൂടാതെ പഠിക്കാനായിട്ട്. അപ്പോൾ 30 ദിവസം ഇത് ചെയ്യണം. പക്ഷേ എഴുതി വെച്ച് കൊണ്ടൊന്നും പോരാ. പിന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ മെയിനായിട്ട് നിങ്ങളുടെ വായ തുറക്കണം.
ഓക്കെ. അല്ലാതെ നിങ്ങൾ ഒരു മുറിയിൽ അടച്ചിട്ട് പതുക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞാൽ പോരാ. അല്ലെങ്കിൽ മൈൻഡിൽ നിങ്ങളിത് വായിച്ച് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ പോരാ. പിന്നെ എന്ത് ചെയ്യണം? ഇത് സ്പീക്ക് അലൗഡ്. നിങ്ങളിത് ഉറക്കെ സംസാരിക്കണം. നിങ്ങൾക്ക് ഓക്കെ ശരിയാണ്, മറ്റുള്ളവർ കണ്ട ഒരു നാണം ഒക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ നിങ്ങളുടെ ആണല്ലോ ആവശ്യം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ട്, നിങ്ങൾക്ക് അങ്ങനെ മടിയുള്ളവരുടെ കാര്യമാട്ടോ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ റൂമിലൊന്ന് വാതിലടച്ചിട്ടൊക്കെ നിങ്ങൾ ചെയ്യണം. വല്ലാണ്ട് ഷൗട്ട് ചെയ്യാനല്ല ഞാൻ പറയുന്നത്, പക്ഷെ അറ്റ്ലീസ്റ്റ് വാട്ട് ഈസ് യുവർ നെയിം, ഹൗ ഓൾഡ് ആർ യു, ഹൗ മെനി, ഇങ്ങനെ പറയണം. ഇപ്പം ഞാൻ പറയാം ഇതേ സെൻറ്റൻസ് തന്നെ, വാട്ട് ഈസ് യുവർ നെയിം, ഹൗ മെനി, ഹൗ ഓൾഡ് ആർ യു. ഡിഫറൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? പതുക്കെ സംസാരിക്കുന്നതും ഉറക്കെ വായ തുറന്ന് സംസാരിക്കുന്നതും, വായ തുറക്കുമ്പോഴും വായ തുറക്കാതെ സംസാരിക്കുന്നതിലും ഇംഗ്ലീഷിൽ പ്രൊനൗൺസിയേഷൻ്റെ വേരിയേഷൻ വരും. ഓക്കെ. അപ്പോൾ മാക്സിമം വായ തുറക്കാൻ ശ്രമിക്കുക. ഓളിടാനല്ല പറഞ്ഞത്, വായ തുറന്ന് ചെറിയ ശബ്ദത്തിൽ നിങ്ങൾക്കിത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞു മറ്റുള്ളവർ വീട്ടിലുണ്ട്, നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ആരെങ്കിലും ഉണ്ട് സംസാരിക്കാന്ന് വെച്ചാൽ അവരുടെ കൂടെ സംസാരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ഫോണിൽ റെക്കോർഡ് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു റെക്കോർഡ് സിസ്റ്റം മതി. ഇപ്പോൾ വാട്സാപ്പിലത്തെ റെക്കോർഡാണെങ്കിൽ പോലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ വോയിസ് നിങ്ങൾക്ക് തന്നെ കേൾക്കാനാണ്. അത് അത്രയും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ. ആൻഡ് ഇന്നത്തെ ദിവസം മാത്രം ഇരുന്ന് പഠിക്കാതെ കഴിഞ്ഞ 2 ദിവസത്തെയും ഇന്നത്തെയും റിവൈസ് ചെയ്യുക. ആൻഡ് യു വിൽ ലേൺ ഇംഗ്ലീഷ്. ഞാൻ അത്ര ഉറപ്പ് പറയാണ്, 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. പക്ഷേ ഈ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം, വായ തുറന്ന് സംസാരിക്കണം. ആൻഡ് ഒരു ദിവസത്തിൽ തന്നെ 5 or 10 പ്രാവശ്യം പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഈ സെൻറ്റൻസസിൽ 3 ദിവസം സെൻറ്റൻസസും റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ. ഒരു ഹെവി ബേർഡനായിട്ട് അത്രയും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എനിക്ക് അറിയാം. പക്ഷേ എങ്കിൽ 30 ദിവസം ചെയ്താൽ മതിയല്ലോ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാമല്ലോ. ഓക്കെ. ഈ ഒരു മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾക്കിത് ചെയ്ത് നോക്കൂ കേട്ടോ. ആൻഡ് യു വിൽ ഫൈൻഡ് ഡെഫിനറ്റ്ലി ദ റിസൾട്ട്, പോസിറ്റീവ് റിസൾട്ട്. Okay, so thank you for watching the video. We'll meet you with the next video. By then, take care and goodbye.